ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ കണ്ടപ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും, റോസ്മേരി ഹെയർ സിറം ഉണ്ടാക്കുന്നതാണ്. ഭയങ്കര ട്രെൻഡിങ് ആണ്, അതുപോലെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു ഹെയർ സിറം ആട്ടോ അത്. ഇതുപോലെ ഫ്രഷ് ആയിട്ടും അതുപോലെ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരിയും അവൈലബിൾ ആണ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഇതുപോലെ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി വെച്ചുള്ള ഹെയർ സിറം ആണ്. ഇത് നമുക്ക് ഓൺലൈനായിട്ടും അങ്ങാടിക്കടകളിൽ നിന്ന് വാങ്ങാൻ കിട്ടും. ഓൺലൈൻ വാങ്ങുന്നതിനേക്കാളും ഞാൻ പ്രിഫർ ചെയ്യുന്നത് എപ്പോഴും ഷോപ്പിൽ നിന്ന് വാങ്ങുന്നത് കേട്ടോ. ആയുർവേദ കടയിൽ നിന്നൊക്കെ ഇത് ഈസിലി കിട്ടുന്നതാണ്. അത്ര അധികം റേറ്റ് ഒന്നുമില്ല, 100 ഗ്രാമിന് 100 രൂപ അങ്ങനെ എന്തോ ആണ് റേറ്റ് വരുന്നത്. ഇതിങ്ങനെ വാങ്ങിക്കാൻ നമുക്ക് കുറേ നാളത്തേക്ക് യൂസ് ചെയ്യാം. നമുക്ക് ആവശ്യത്തിന് ഉള്ളത് എടുത്ത് ഉണ്ടാക്കി വെച്ചാൽ മതി. കുറേ ഉണ്ടാക്കി വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ജസ്റ്റ് ഒരു ബാച്ച് ഉണ്ടാക്കുക, അതൊരു 2 വീക്സ് വരെ നമുക്ക് യൂസ് ചെയ്യാം. അപ്പോൾ ഇതിനായിട്ട് ഇതുപോലെ 2 വലിയ ടേബിൾ സ്പൂൺ റോസ്മേരിയും 1 ടേബിൾ സ്പൂൺ ഉലുവയാണ് എടുക്കുന്നത്. ഉലുവ ഡാൻഡ്രഫൊക്കെ പോകാൻ ഭയങ്കര നല്ലതാണ്. അത് രണ്ടും നന്നായി വാഷ് ചെയ്തതിന് ശേഷം തലേദിവസം തന്നെ നമ്മൾ രാത്രി വെള്ളത്തിലൊന്ന് സോക്ക് ചെയ്യാനായിട്ട് വയ്ക്കുക. വെള്ളം എടുക്കുമ്പോൾ ക്ലോറിൻ കണ്ടൻറ്റ് ഇല്ലാതെ നല്ല ശുദ്ധമായ വെള്ളം എടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. നന്നായിട്ട് സോക്ക് ചെയ്ത് വെച്ച് നെക്സ്റ്റ് ഡേ എടുക്കുമ്പോൾ ഇത് ഏകദേശം ഇങ്ങനെയായിട്ടുണ്ടാവും. ജസ്റ്റ് കളറൊക്കെ ഒന്ന് മാറിയിട്ടുണ്ടാവും. പിന്നെ ഈ ഡ്രൈ ആയിട്ടുള്ള റോസ്മേരി കുറച്ചൊന്ന് വെള്ളമൊക്കെ കുടിച്ച് ഇങ്ങനെ ആയിട്ടുണ്ടാവും. കളർ ചെറുതായിട്ടൊരു ഗ്രീൻ ഷെയ്ഡിക്കൊക്കെ വന്നിട്ടുണ്ടാവും. ഇത് നെക്സ്റ്റ് പിന്നെ നമ്മൾ ചെയ്യേണ്ടത് ചൂടാക്കുക. ചൂടാക്കുമ്പോൾ നന്നായിട്ട് തിളപ്പിക്കണം. നല്ല ഹൈ ഫ്ലെയിമിലിട്ട് തിളപ്പിക്കാൻ പാടില്ല. ഇതിൻ്റെ കണ്ടൻറ്റും ആ റോസ്മേരിയുടെ എസൻസും ഒക്കെ നമുക്ക് വെള്ളത്തേക്ക് മാക്സിമം കിട്ടുന്ന പോലെ വേണം നമ്മൾ തിളപ്പിക്കാനായിട്ട്. നന്നായിട്ട് ചൂടായിട്ട് ജസ്റ്റ് ഒന്ന് ബബിൾസ് വരുന്ന വരെ നമുക്ക് ഹൈ ഫ്ലെയിമിലിടാം. അതിനുശേഷം ലോ ഫ്ലെയിമിലിട്ട് ഒരു 15 മിനിറ്റ് നമ്മളിങ്ങനെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ അത്യാവശ്യം വെള്ളത്തിൻ്റെ കണ്ടൻറ്റൊക്കെ കുറഞ്ഞിട്ടുണ്ടാവും. ഇങ്ങനെ നന്നായി തിളച്ച് വരും. പിന്നെ നമ്മൾ ഉലുവിട്ടത് കൊണ്ട് തന്നെ ഇതൊരു തിക്ക് കൺസിസ്റ്റൻസിയിൽ വരും. ഭയങ്കര തിക്കല്ല, എന്നാലും കുറച്ചും കൂടി നോർമൽ വാട്ടറി കൺസിസ്റ്റൻസിയിൽ നിന്ന് കുറച്ചുകൂടി ഒരു തിക്കായിട്ടുള്ള കൺസിസ്റ്റൻസി ആയിരിക്കും. അതുകൊണ്ട് വല്ലാണ്ടിട്ട് പിന്നെ തിളപ്പിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്പ്രേ ആയിട്ട് യൂസ് ചെയ്യുമ്പോഴും ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കൺസിസ്റ്റൻസി ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് കഴിയുമ്പോൾ നന്നായിട്ട് സ്ട്രെയിൻ ചെയ്ത് ചൂടാറിയതിന് ശേഷം സ്പ്രേ ബോട്ടിലാക്കിയിട്ട് ചൂടാറിയതിന് ശേഷം മാത്രം ഹെയറിൽ അപ്ലൈ ചെയ്യാം കേട്ടോ. അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇതുപോലെ നമുക്ക് സ്പ്രേ ബോട്ടിലാക്കുമ്പോൾ ഈസിയാണ്. നമുക്ക് ചെറിയ ബോട്ടിൽസ് വാങ്ങിച്ച് വയ്ക്കുക. അപ്പോൾ 1 വീക്ക് ഉള്ളത് എടുക്കാം, ബാക്കി ഫ്രിഡ്ജിൽ വെച്ച് സൂക്ഷിക്കാം. ഇങ്ങനെ നൈറ്റ് ടൈമിൽ സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുക, നന്നായിട്ട് മസാജ് ചെയ്ത് കൊടുക്കുക. ഹെയറിൽ ഇതിൻ്റെ വാട്ടർ കണ്ടൻറ്റ് ഫുൾ പോയി മുടി ഡ്രൈ ആയതിന് ശേഷം മാത്രം കിടന്നുറങ്ങാം. താങ്ക്